ഞങ്ങൾക്ക് സമരം ചെയ്യേണ്ട, ഞങ്ങൾക്ക് പണിശാലകളാണ് ആവശ്യം, ഞങ്ങൾക്ക് തൊഴിൽ തരണം, ഞങ്ങൾക്ക് തൊഴിൽ വേണം എന്നാവശ്യപ്പെട്ട് യൂണിയൻ നിർദ്ദേശങ്ങളെ ധിക്കരിച്ച് തൊഴിലിന് കയറുന്ന ഒരു യുവജനതയെ കൂടി മലയാള സിനിമ കാണിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിലെ മലയാള സിനിമ പരിശോധിച്ചാൽ ആ കാലഘട്ടത്തിലെ കേരളത്തിലെ സംരംഭക ചരിത്രം വളരെ തൊഴിൽ സമരങ്ങൾ കൊണ്ടും തൊഴിലാളികളുടെ യൂണിറ്റി പ്രദർശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സംഘടനാ രൂപീകരണം കൊണ്ടുമെല്ലാം വളരെ ശ്രമമായിരുന്നു. അതെല്ലാം ആ സമയത്തെ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അതിൽ നിന്നൊരു വ്യത്യാസം വരുന്ന എനിക്ക് തോന്നുന്നത് ഈ നാട് എന്ന് പറയുന്ന സിനിമയിൽ അത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംരംഭകത്വ വിരുദ്ധത പ്രദർശിപ്പിക്കപ്പെടുന്ന സിനിമയാണ് അതെല്ലാം. അപ്പോൾ കേരളത്തിൻ്റെ സംരംഭക ചരിത്രം എന്ന് പറയുന്നത് അത് വളരെ കോൺഫ്ലിക്റ്റിംഗ് ആണ്. അതായത് ഉത്തരവാദിത്വ ബോധമില്ലാത്ത തൊഴിലാളി യൂണിയനുകളും ഉത്തരവാദിത്വ ബോധമില്ലാത്ത മുതലാളികളും അസംതൃപ്തരായിട്ടുള്ള തൊഴിലാളികൾ സൃഷ്ടിക്കുന്ന ലാഭമുണ്ടാക്കാത്ത സംരംഭകർ. അതാണ് കേരളത്തിൻ്റെ സംരംഭക ചരിത്രത്തിൻ്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് തൊഴിലാളികൾ അസംതൃപ്തരായത്, എന്തുകൊണ്ടാണ് തൊഴിലാളികൾ മുഖം തിരിഞ്ഞു നിന്നത് തൊഴിലിനോട് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളോട് എന്ന് ചോദിച്ചാൽ അവരോട് കാണിച്ച സമീപനവും തെറ്റായിരുന്നു എന്ന് നമുക്ക് കൂട്ടി വായിക്കേണ്ടതായിട്ട് വരും. അപ്പോഴാണ് ആ ചിത്രം പരിപൂർണമാകുന്നത്. അതിൽ നിന്നുള്ള മാറ്റമാണെന്ന് കേരളത്തിൽ സംഭവിക്കുന്നത്. ഇന്ന് കേരളം സംഭവിക്കുന്നത് സംതൃപ്തരായിട്ടുള്ള തൊഴിലാളികളും സംതൃപ്തരായിട്ടുള്ള തൊഴിലുടമകളും ഉണ്ടാവുന്ന കൾച്ചറിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്.